ഈ ഇസ്ലാമിലെ ചില പ്രധാനപ്പെട്ട സംഖ്യകളും നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. 313 വലിയ ബർക്കത്തുണ്ടോ, 786 ബർക്കത്തുണ്ടോ, 4444, ഇതൊക്കെ കച്ചവടത്തിനൊരു സംഖ്യ. അതിനപ്പുറത്ത് ഇവർക്ക് എന്ത് പറയാനുണ്ട്? അങ്ങോട്ട് പോരിഷ ഉണ്ടാക്കുക. 5 രൂപന്റെ കോഴിമുട്ടക്ക് മജ്ലിസിലെത്തിയപ്പോ വില എന്തായി? 3 ഉള്ളതുകൊണ്ട് 313 ഉറുപ്പ്യ. ഇനി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ എല്ലാത്തിലേക്കും പോലെ സാമ്പിളിന് പറയാണ്. ഇവിടെ എല്ലാം വിറ്റഴിക്കപ്പെടുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവരും അവനവന്റെ പരലോകം ആലോചിക്കണം. നാളെ പരലോക കോടതിയിൽ മനുഷ്യന്മാര് വരും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർ വിലപിച്ചുകൊണ്ട് പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ തഅനാ സാദതനാ, ഞങ്ങളെ സയ്യിദന്മാരെ ഞങ്ങൾ അന്ധമായി അനുസരിച്ചു. വകുബറാഅനാ, ഞങ്ങളെ കബീറ വലിയ വലിയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് അവര് പറയുന്നതാ ദീന്, അവര് ചെയ്യുന്നതാ ദീന്, അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിച്ചു പോയി. ഫാദല്ലൂന സബീല, ഞങ്ങളാകെ വഴിതെറ്റിയവരായി മാറി. ആ കാരണം കൊണ്ട് അവര് ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വിലപിച്ചിട്ട് കാര്യമില്ല. അടുത്ത വാക്ക് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപത്തിന് അവരെ ഇരയാക്കണം. അല്ലാഹ്, അവരാണ് ഞങ്ങളെ നശിപ്പിച്ചത്, അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് കിബറാമാരുടെ സാദാത്യങ്ങൾക്ക് നേരെ എതിരായി അവിടെ വെച്ച് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ തുടക്കത്തിലേക്ക് വരിക. നമുക്ക് സ്വന്തമായി പടച്ചോൻ ബുദ്ധി തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അള്ളാന്റെ ഖുർആൻ ഇവിടെയുണ്ട്, ഹദീസ് ഇവിടെയുണ്ട്. വിരൽ തുമ്പിൽ ഒന്ന് ഞെക്കി നോക്കിയാൽ ഹദീസ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, അർത്ഥം പഠിക്കാൻ അവസരമുണ്ട്.